പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പലരും അച്ഛൻ്റെ പള്ളിയുടെ ഫ്രണ്ട് ഒന്ന് ഒരു ദിവസം അതിന് മുമ്പിൽ നിന്നിരുന്ന ഒരു വീഡിയോ എടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഇതാണ് ട്രയാങ്കണ്ടിയൂർ ദേവാലയം. ഇതാണ് വിശുദ്ധ തോമസ് ലീഹായ്ക്ക് പ്രതിഷ്ഠിതമാണ്. പിന്നെ ഈ ഇടവയ്ക്ക് ഒരു കുഞ്ഞൊരു കപ്പേളയുണ്ട്, ഒരു 1.5 കിലോമീറ്ററൊക്കെ അകലെയായിട്ട്, പുളിഞ്ചോട് കപ്പേള. അത് ലൂർദ് മാതാവിന് പ്രതിഷ്ഠിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്നലെ ലൂർദ് മാതാവിൻ്റെ തിരുനാളായിരുന്നു. ഒരു ലൂർദ് മാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് അത് ആഘോഷിക്കുന്നത്. അപ്പോൾ വരുന്ന ഞായറാഴ്ചയാണ്. പുളിഞ്ചോട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ലൂർദ് മാതാവിൻ്റെ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ഇന്നലെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് അച്ഛൻ അറിയാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഫിലിപ്പി 4:19. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഞാൻ വചനം പറയേണ്ട കാര്യമില്ല, ഒരുമിച്ച് അങ്ങോട്ട് പറയാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതായത് എനിക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്ന, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ പ്രാപ്തനായ ഒരു ദൈവമാണ് എൻ്റെ യേശു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പിശാച് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ സാധനം ട്രസ്റ്റ് ഇൻ ഗോഡ്, യേശുവിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. എൻ്റെ യേശുവിന് എൻ്റെ ജീവിതത്തെ വിടുവിക്കാൻ പറ്റും. എൻ്റെ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് ഒരുപക്ഷെ രോഗത്തിൻ്റെ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയായിരിക്കാം, അല്ലെങ്കിൽ ചില തഴക്കദോഷത്തിൻ്റെ മേഖലയായിരിക്കാം. അവിടെ കർത്താവിന് ഇറങ്ങി വന്ന് വിടുതൽ നൽകാൻ പറ്റുന്ന ദൈവമാണ് എന്ന് അനേകർക്ക് ഇന്ന് ശരിക്കും ആ ഒരു ബോധ്യത്തെ അനേകരിൽ നിന്ന് പിശാച് എടുത്തു മാറ്റിയതാണ് ഇന്ന് നമ്മളുടെ വ്യക്തിജീവിതം, കുടുംബം, സമൂഹങ്ങൾ, ഇടവക അതൊക്കെ പരാജയപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഇന്നലെ ലൂർദ് മാതാവിൻ്റെ തിരുനാളൊക്കെ ആഘോഷിച്ചതാണ്. അമ്മയോട് ഒറ്റ കാര്യമാണ്, കാനായിലെ അമ്മ കുടുംബത്തിൻ്റെ വേദന കണ്ടറിഞ്ഞ് ഇടപെട്ടില്ല. അമ്മ ഒറ്റ കാര്യമുള്ളൂ, ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനെല്ലാം ദൂരീകരിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ നമ്മുടെ സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴുവിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അച്ഛൻ കഴിഞ്ഞൊരു 5 വർഷക്കാലം അവിടെ നയിച്ചില്ലേ, പക്ഷേ അതിനേക്കാളൊക്കെ ഉന്നതമായ വിധത്തിൽ ബഹുമാനപ്പെട്ട ജിബി അച്ഛനിലൂടെ ഈശോ പ്രവർത്തിച്ചത് എനിക്കറിയാം. വലിയൊരു ഒരു 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 ഈശോയുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അത് കരുതുന്നത്. അപ്പോൾ നിങ്ങളെ ആ ഭാഗത്തുള്ളവരൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നവരൊക്കെ നാളത്തെ നമ്മുടെ വ്യാഴാഴ്ച സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രത്തിൽ വൺഡേ ശുശ്രൂഷയ്ക്ക് നിർബന്ധമായിട്ടും പോകണം. മറ്റുള്ളവരോടൊക്കെ പറയണം. നമുക്ക് ജിബി അച്ഛൻ്റെ കൂട്ടായ്മയിൽ കൂടുതൽ ഉത്തരവാദിത്വം വളരാൻ ദൈവം യേശു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.